ഈ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മയ്ക്ക് സാധിച്ചു. ഒരുപാട് പറഞ്ഞാ തീരൂല. ഈ വന്നിട്ട് ഇതുവരെ ആർക്കും മാറാതിരുന്നിട്ട് ആരുമില്ല. 37 വർഷത്തിന്റെ ഇടയ്ക്ക് ഇതുവരെ ആർക്കും മാറാതെ ആരുമില്ല. ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും പറയും. മരുന്ന് എന്തൊക്കെയാന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് എനിക്ക് നേരത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടി, അതൊരു സീക്രട്ട് ആരോടും പറയില്ല. നമ്മൾ അങ്ങനെ ആരോടും പറയില്ല. പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മരുന്ന് എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയും സപ്ലൈ ചെയ്യും? ഇല്ല. പക്ഷെ പലരും പിന്നെ പടിയൂര മരുന്നാണ്, പടിയൂര മരുന്ന് എന്നാണ് പറയുന്നത്, നെടിയോടിച്ചല്ല, പടിയൂര മരുന്ന് എന്നും പറഞ്ഞ് ഈ പല ഭാഗങ്ങളിലും ഈ മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അവിടെ നിന്നൊക്കെ കൂടുതലായിട്ട് വീണ്ടും നമ്മളടുത്ത് വന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ട്. അച്ഛൻ മരിച്ച സമയത്ത് ആദ്യമായി ഓക്കെ ഇതിനി ഞാൻ തുടരാം എന്ന അമ്മ എങ്ങനെയാ അങ്ങനെ ഒരു തീരുമാനം? ഞാൻ തുടരുന്നില്ല എന്നാ പറഞ്ഞത്. നമ്മളടുത്ത് പിന്നെ സാധാരണക്കാരും വരുന്നുണ്ട്, ഒന്നും ഇല്ലാത്തവരും വരുന്നുണ്ട്, ഉള്ളവരും ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ആരോട് ഇന്ന് വരെ ഒരു രൂപ പൈസയായിട്ട് പറയാം ചോദിക്കും ഞങ്ങളോട് എത്രയാണ് വേണ്ടത്. അപ്പോൾ അമ്മ പറയും ഞങ്ങൾ പൈസ പറഞ്ഞ് വാങ്ങാറില്ല. തരാതെ പോയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർ പിന്നെ വന്നാൽ അവർക്ക് അന്നേരം നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. മണിപ്പാലിന് പറ്റില്ലെന്ന് പറഞ്ഞ ഒരാള് പോലും ഒഴിവാക്കിയ ഒരാള് അമ്മ ഇത് മാത്രം കാരണം അതൊരു നിമിത്തമായിരിക്കും. ഒരു നിമിത്തം അല്ലേ? എനിക്ക് ഈ ഇൻഗ്രീഡിയന്റ് എന്താണെന്നുള്ളത് അറിയണ്ട. ഒരു എത്ര മരുന്നുകളുടെ ഒരു കൂട്ടാണെന്ന് അറിഞ്ഞാൽ മതി. ഇപ്പൊ 3 എണ്ണോ 4 എണ്ണോ 5 എണ്ണം വെറും 2 എണ്ണം. ഓക്കെ, പ്രകൃതിയിൽ നിന്ന് എനിക്കത് പറയേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു മരുന്നും അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒന്നും. ഈ അസുഖം എത്ര കൂടിയാലും അമ്മയുടെ അടുത്ത് വന്ന രോഗം മാറുന്നുണ്ട്. 1-2 പ്രാവശ്യം മരുന്ന് കഴിക്കുമ്പോൾ ശരിയാവും. ഇന്നത്തെ കാലത്ത് അസുഖങ്ങൾ പല വിധത്തിൽ പല തരത്തിലാണ് ആളുകളെ പിടികൂടുന്നത്. ചിലതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും, ചിലത് മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുക ഇന്നേ അസുഖമാണെന്ന്. തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുമ്പോഴേക്കും ഒരുപാട് വൈകിയിട്ടുണ്ടാവും. ആയുർവേദമുണ്ട്, അലോപ്പതി ഉണ്ട്, അങ്ങനെ ഒരുപാട് ചികിത്സാ രീതികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഒരു ചികിത്സാ രീതിയുമായി മുന്നോട്ട് പോകുന്ന, അതിലൊരുപാട് പേരുടെ അസുഖം ഭേദമാക്കിയ, ജീവൻ പോലും രക്ഷിച്ച ഒരാളുടെ വീടിൻ്റെ മുറ്റത്താണ് ഇന്ന് ഞാൻ ഇരിക്കുന്നത്. പാരമ്പര്യ ചികിത്സയിലൂടെ കഴിവ് തെളിയിച്ച പാർവതി എന്ന് എല്ലാവരും വിളിക്കുന്ന പാറു അമ്മയുടെ വീട്ടിൻ്റെ മുറ്റത്താണുള്ളത്. പാറു അമ്മയാണ് ഇന്ന് നമ്മളോട് ഈ പാരമ്പര്യ ചികിത്സയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം അമ്മ. നമ്മൾ ഈ പാരമ്പര്യ ചികിത്സ അമ്മ ചെയ്യുന്നത് ഈ മഞ്ഞപ്പിത്തത്തിലാണ് അല്ലെ? എന്താണ് അതിന്റെ ഒരു ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഇത് പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനാണ് ചെയ്യുന്നത്. എത്ര വർഷമായി ഈ ചികിത്സ അമ്മ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 10-37 വർഷമായി. 37 വർഷമായി. എങ്ങനെയാ അമ്മയെ തേടി ഈ അസുഖബാധിതർ എങ്ങനെയാ വരുന്നത്? ഏത് സ്റ്റേജിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നു? അപ്പൊ ആ തുടർച്ചയിൽ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ അസുഖം എത്ര കൂടിയാലും അമ്മയുടെ അടുത്ത് വന്ന രോഗം മാറുന്നുണ്ട്. 1-2 പ്രാവശ്യം മരുന്ന് കഴിക്കുമ്പോൾ ശരിയാവും. 1-2 തവണ മരുന്ന് കഴിക്കുമ്പോൾ കുറെ കൂടിപ്പോയാൽ ഒരു 3 പ്രാവശ്യം കഴിക്കേണ്ടി വരും. ഇപ്പം ഡോക്ടർമാരൊക്കെ ചിലപ്പം പറയുന്നുണ്ടാവും ഇത് മഞ്ഞപ്പിത്തം കൂടുതലും നമ്മളെ കരളിനെയൊക്കെയാണല്ലോ ബാധിക്കുക, അപ്പം ഇതിങ്ങനെ കൂടുതൽ ബാധിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കൈവിട്ടുപോയ കേസുകളുണ്ട്. അങ്ങനെ ഒരു അനുഭവം എന്തെങ്കിലും ഒരു ഓർമ്മയിലുണ്ടോ? ഇത്രയും കാലം ഈ 37 വർഷത്തിന്റെ ഇടയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം? മറക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഒരു കുറ്റിയാടിയിലുള്ള ഒരു ആദിക്ക മണിപ്പാൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടിരുന്ന സമയത്ത് നമ്മളിവിടെ കയറി മരുന്ന് കൊടുത്തു, അയാൾ സുഖപ്പെട്ടു. എങ്ങനെയായിരുന്നു ആ സംഭവം? അതൊന്ന് വിശദീകരിക്കാമോ? ഇത് തന്നെ, അയാൾ ഇതിലെ കൂടെ തിരിച്ച് പോകുന്ന സമയത്ത് ഇടുന്ന ഒരാൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒന്ന് കയറി നോക്ക്. അങ്ങനെ കയറി മരുന്ന് കഴിച്ച് കുറഞ്ഞു. അയാൾ വീണ്ടും ഗൾഫിലെല്ലാം പോയി. അന്നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മണിപ്പാലിന് പറ്റില്ലെന്ന് പറഞ്ഞ ഒരാള് പോലും ഒഴിവാക്കിയ ഒരാള് അമ്മ ഇത് മാത്രം കാരണം അതൊരു നിമിത്തമായിരിക്കും. ഒരു നിമിത്തം അല്ലേ? അതിനൊരു നിമിത്തമാവാൻ സാധിച്ചു. അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. അത് കുറേ വർഷങ്ങളായി. പൊതുവെ ഒരു പ്രായമായവരാണോ കൂടുതലും വരാറ്? അല്ല, ചെറിയ കുട്ടികൾ വരുന്നുണ്ട്, പ്രായമുള്ള ആൾ വരുന്നുണ്ട്, ഒരുപാട് പ്രായമുള്ള ആളും കഴിക്കുന്നുണ്ട്. അമ്മ ഈ മരുന്ന് എല്ലാവർക്കും കൊടുക്കുന്നത് ഒരേ മരുന്ന് കൂട്ടാണോ? ഒരേ മരുന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അതിന്റെ സിസ്റ്റം നോക്കി ചെറുത് വലുതെന്നുള്ള നോക്കിയിട്ട് അതനുസരിച്ച് ഡോസ് ഒക്കെ കുറച്ച്
അങ്ങനെ കൊടുക്കും. അമ്മ ഈ മരുന്ന് കൊടുക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയാറുണ്ടോ? വേറെ നമ്മൾ അവർ മരുന്ന് കഴിച്ചാൽ അതിന്റെ പഥ്യങ്ങളും അതും പറഞ്ഞു കൊടുക്കും, അല്ലാത്ത വേറെ ഒന്നും പറയില്ല. എങ്ങനെയാ പഥ്യമൊക്കെ അങ്ങനെ എങ്ങനെ നോക്കണം എന്നാ പറയുന്നത്? വെള്ളം നല്ലോണം വെള്ളം കുടിക്കാൻ പറയും. പിന്നെ ഭക്ഷണത്തിൽ ഇറച്ചി, മുട്ട, കല്ലുമ്മക്കായി ഇതൊന്നും കഴിക്കാൻ പാടില്ല. തോടുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. ഓക്കെ, തോടുള്ള മീനുകൾ അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല അല്ലേ? ഓക്കെ. ഇതിപ്പം ഈ 37 വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഒരു നാട്ടുകാരായാലും വീട്ടിൽ നിന്നായാലും ഒക്കെ കിട്ടുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാ? ആരെങ്കിലും ഒരാൾ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. ഇന്നുവരെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയുന്നത്. ആരാ അമ്മ ഇവിടെ വീട്ടിൽ ഈ മരുന്നിന്റെ കാര്യങ്ങളിലൊക്കെ സഹായിക്കാൻ ആരാ? ഇപ്പൊ ഇവരുണ്ട്. മോനുണ്ട്, മോളുണ്ട്, മോളുടെ ഭർത്താവ്, അങ്ങനെ 2 പെൺമക്കളാണ് അല്ലെ? 2 പെൺമക്കൾ. ആദ്യമായി അച്ഛൻ മരിച്ച സമയത്ത് ആദ്യമായി ഓക്കെ ഇതിനി ഞാൻ തുടരാം എന്ന അമ്മ എങ്ങനെയാ അങ്ങനെ ഒരു തീരുമാനം? ഞാൻ തുടരുന്നില്ല എന്നാ പറഞ്ഞത്. എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനെ മരിക്കാൻ കിടന്നേരവും പറഞ്ഞു ഇത് ചെയ്യണോന്ന്. അതുകൊണ്ട് വേറെ ആരാ അമ്മയ്ക്ക് സഹോദരങ്ങളായിട്ട്? അച്ഛൻ ഇത് അമ്മയെ തന്നെ ഏൽപ്പിക്കാൻ? എനിക്ക് വേറെ 2 ആളുണ്ടായിരുന്നു, ആങ്ങളമാര്. ഒരാൾ മരിച്ചുപോയി, ഒരാൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അമ്മയാണ് അച്ഛനെ ഏൽപ്പിച്ചത് അല്ലേ? ഓക്കെ. അന്ന് ആദ്യമായിട്ട് എങ്ങനെ ഒരു മരുന്ന് തയ്യാറാക്കിയ ഒരു ഓർമ്മയുണ്ടോ 37 വർഷം മുന്നേ? അന്നത്തെ ഓർമ്മ ഇന്നും ഉണ്ട്, അതുപോലെ തന്നെ ഇന്നും ശരിയാക്കുന്നു. ആ ഒരു ഓർമ്മയൊന്ന് പങ്കുവയ്ക്കാവോ? ആദ്യമായിട്ട് ഒരാൾക്ക് ഒരു മരുന്ന് കൊടുത്തതോ? അതെനിക്ക് അങ്ങനെ ഒരു ഓർമ്മ കിട്ടുന്നില്ല. ആദ്യമായിട്ട് തന്നെ അച്ഛനുള്ള സമയത്ത് ഒരുപാട് ആൾക്കാർ, ചെറിയ ആളും വലിയ ആളും എല്ലാം വരലുണ്ട്. അച്ഛൻ പറയുന്ന രീതിയിൽ ഞാൻ കൊടുക്കും. അച്ഛൻ പറയുന്ന രീതിയിൽ കൊടുക്കും. അച്ഛൻ ഇല്ലാതായ സമയത്ത് അതേ രീതിയിൽ തന്നെ കൊടുക്കും. ഒറ്റയ്ക്ക് പഠിച്ചെടുത്ത് കൊടുക്കാൻ തുടങ്ങി. ഈ ഒരു ദിവസം അങ്ങനെ ഇത്ര ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ 5-6 ആളും വരും, ചിലപ്പോൾ 1-2 ആൾ വരും, ചിലപ്പോൾ ആരും വരാണ്ടിരിക്കും. കൊറോണ വന്നതിൻ്റെ ശേഷം ആള് കുറവാണ്. നമ്മൾ കുറേ പ്രാവശ്യം മരുന്ന് നിർത്തിക്കളഞ്ഞു. കൊറോണ വരുമ്പോൾ മുസ്ലിങ്ങളെല്ലാം വരുമ്പോൾ ഒരുപാട് കൂട്ടത്തോടെ വരും, പേടിച്ചിട്ട് നിർത്തിക്കളഞ്ഞു. ആളുകൾ കൂട്ടത്തോടെ വരുന്നത് കൊണ്ട് ഒരു കുട്ടിക്ക് അസുഖമുള്ളെങ്കിൽ ഒരു 5-6 മൂവാറെല്ലാം വരും. അപ്പോൾ നമുക്കൊരു അസൗകര്യം പോലെ അതുകൊണ്ട് നിർത്തി. ഇവിടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് അല്ലേ? വീട്ടിൽ നിന്ന് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ആൾക്കാര് വന്നു കഴിയുമ്പം എങ്ങനെ അമ്മ ഇവരുടെ ഒരു സ്റ്റേജ് എങ്ങനെയാ മനസ്സിലാവുന്നത്? അസുഖം ഇത്ര അവർ പറയും, അതിന്റെ റിസൾട്ട് അവർ കൊണ്ടുവരും. അത് പറയുമ്പോൾ അതിന്റെ അനുസരിച്ച് നമ്മൾ ചെയ്യും. ഈ നാടിയൊക്കെ നോക്കി അങ്ങനെയൊന്നും നോക്കുന്നു അങ്ങനെയൊന്നുമില്ല അല്ലേ? സാധാരണ നിങ്ങളിപ്പം പറയുന്ന വിവരം അനുസരിച്ച് അതനുസരിച്ച് മരുന്ന്. അമ്മയുടെ അടുത്ത് ആള് വന്നാല് കൂടെ ഉള്ളവര് പറയുന്ന അനുസരിച്ച് മരുന്ന് കൊടുക്കും. പിന്നെ ഇപ്പം വരുന്ന റിസൾട്ട് എല്ലാം ഉണ്ടാവുമല്ലോ, അത് നോക്കിയാ മനസ്സിലാവാറുണ്ടോ? നോക്കി ഇവര് നോക്കിത്തരും. ശരിക്കും നോക്കിയിട്ട് ഇവര് പറയുന്ന വല്ലവര് പറഞ്ഞാലും മനസ്സിലാവും. പറഞ്ഞാ മനസ്സിലാവും അല്ലേ? ഓക്കെ. ഇതിനിങ്ങനെ അമ്മ എപ്പോഴാ ഇതിനൊരു സമയം കണ്ടുവെച്ച് മരുന്നൊക്കെ തയ്യാറാക്കുകയാണ്? അത് രാവിലെ മരുന്നെല്ലാം ഞാൻ രാത്രി റെഡിയാക്കി വെക്കും. എന്നും ആള് വരും. ഓഹോ, എന്നും അതങ്ങനെ ഒരു റൊട്ടീനായിട്ട് അങ്ങനെ പോവല്ലേ? മരുന്ന് എന്തൊക്കെയാന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് എനിക്ക് നേരത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടി. അതൊരു സീക്രട്ട് ആരോടും പറയില്ല, നമ്മൾ അങ്ങനെ ആരോടും പറയില്ല. അത് എന്താ പറയാ, എന്തെങ്കിലും പച്ചമരുന്നുകളോ അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ? നമുക്ക് എങ്ങനെയായാലും പച്ചമരുന്നുകൾ തന്നെയാണ്. അത് കൂട്ടിയിട്ട് പണ്ട് പഠിച്ചു വന്ന ഒരു രീതി അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു അല്ലേ? ഓക്കെ. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മയ്ക്ക് സാധിച്ചു. ഒരുപാട് പറഞ്ഞാ തീരൂല. ആരെങ്കിലും ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? ഒരു മനസ്സ് നിറഞ്ഞ ഒരു ഓർമ്മ? എല്ലാരും നല്ലത് പറയുന്നു ഉള്ളൊരു ഓർമ്മയുണ്ട്. എല്ലാ മരുന്ന് കഴിച്ച് 2 പ്രാവശ്യം കഴിക്കുമ്പോൾ ഫോൺ വിളിച്ചവർ സുഖമുണ്ടെന്ന് പറയും. അപ്പൊ നമുക്കൊരു സന്തോഷല്ലേ. ആരെങ്കിലും ഈ അസുഖം മാറിയിട്ട് ഒരാള് കാണാൻ വന്നിട്ടുണ്ടോ? ഇപ്പൊ ഈ അടുത്ത ആളൊന്നും വന്നിട്ടില്ല. ഒരു 37 വർഷത്തിന്റെ അതിനിടയ്ക്ക് ആരൊക്കെയോ വന്നിട്ടുണ്ട്. സാരിയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. സാരിയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തന്നു. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുന്നേ? അവർ വന്നു കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. അപ്പൊ അതിന് മുന്നേ ഞാൻ എണീക്കും, പക്ഷേ കിടന്നിട്ടുണ്ടാവുക. എന്നാലും ഒരു 4 മണിയൊക്കെ 4 മണി 5 മണിക്കെല്ലാം എണീക്കും. അതിനു മുന്നേ തലേന്ന് മരുന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. വന്നാ കൊടുക്കുമല്ലോ വേണ്ടു, വന്നാടെ കൊടുക്കല്ലേ വേണ്ടു. ഈ മരുന്ന് റെഡിയാക്കി വെച്ചിട്ട് എത്ര മണിക്കൂർ വരെ നമുക്കത്
ഇങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എത്ര നാൾ വരെ ആ മരുന്ന് ഉപയോഗിക്കാം? അപ്പോൾ ഇന്ന് ശരിയാക്കി വെച്ച മരുന്ന് നാളെ ഫുള്ളായിട്ട് ഉപയോഗിക്കാം. ഓക്കെ. അപ്പം ഈ 3 നേരവും മരുന്ന് കഴിക്കണമെങ്കിൽ ഒരു നേരം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അമ്മേനെ കാണാം. പിന്നെ അടുത്ത ആഴ്ചയിൽ വരുള്ളൂ. അടുത്ത ആഴ്ച ഒരു സമയമുണ്ട് അതിനല്ലേ? ഓക്കെ. അങ്ങനെ 3 തവണ വന്നാല് 3 തവണ കുറവാണ്, കൂടുതലുള്ള ആളെ അങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ 2 പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ നോർമലാവും. ഓക്കെ. ഇത് എന്തുകൊണ്ട് അമ്മയുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ കുഞ്ഞു മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ ഈ മഞ്ഞപ്പിത്തം കൂടി വരുന്നുണ്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഈ അസുഖം ഇങ്ങനെ വരുന്നത്? ഈ അസുഖം വെള്ളത്തിൽ കൂടെ വരുന്ന, വെള്ളം മോശമാകുമ്പോൾ വെള്ളത്തിൽ കൂടെ വരുന്ന അസുഖമാണ്. പച്ചവെള്ളം കുടിക്കാതെ തിളപ്പിച്ചാറ്റിയ വെള്ളം കഴിക്കുക. പിന്നെ പല സ്ഥലത്ത് കല്യാണത്തിന് പോയാൽ കൂട്ടത്തോടെ എല്ലാവർക്കും വരും. ഒരു ഭക്ഷണത്തിൻ്റെ എല്ലാം അവിടെ നല്ല ഐസ്ക്രീമും മുസ്ലിങ്ങളെ കല്യാണത്തിനെല്ലാം അങ്ങനെയെല്ലാം കഴിക്കുമല്ലോ. അപ്പോൾ അതിൽ കൂടിയെല്ലാം അസുഖം വരും. അങ്ങനെയൊക്കെ അസുഖങ്ങൾ വരും. നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ശ്രദ്ധിക്കുക എന്നുള്ളത്. വെള്ളം മോശമാകുമ്പോഴാണ് ഈ അസുഖം വരുന്നത്. അമ്മ പറഞ്ഞില്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് ഇവിടെ മോളും മോളുടെ ഭർത്താവും ആണുള്ളത്. അവരാരെങ്കിലും നോക്കിയിട്ടായിരിക്കും റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരികയെന്ന് എനിക്ക് തോന്നുന്നു. അമ്മയേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് ഇതിന്റെ ഒരു മെഡിക്കൽ വശം എന്താണെന്ന് അവർക്ക് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ സാധിക്കുമായിരിക്കും അല്ലേ? എത്ര വലിയ അസുഖം കൊണ്ട് ആള് വന്നാലും, മഞ്ഞപ്പിത്തം എത്ര കൂടിയ ഉയർന്ന അളവിലുള്ള ഒരു രോഗി വന്നാലും അതിനെ ചികിത്സിച്ച് മാറ്റാൻ പാർവതി അമ്മയ്ക്ക് പറ്റും എന്ന് അമ്മ തന്നെ പറഞ്ഞു. അപ്പം അതിന് രോഗിയുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണം. അങ്ങനെ ആ മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിച്ച് അമ്മയെ സഹായിക്കുന്നതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളത്. മകളുടെ ഭർത്താവാണ് വത്സൻ. നമസ്കാരം. അപ്പം അമ്മ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൾക്കൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചേട്ടനോട് കൂടുതൽ ചോദിക്കാമെന്ന്. ഇതെങ്ങനെയാ അമ്മയ്ക്ക് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? ഈ സ്റ്റേജിലാണ് ഈ പേഷ്യന്റ് ഉള്ളത്. അതായത് അമ്മ വേറൊന്നും ചോദിക്കില്ല, ബിൽറുബിന്റെ അളവ് എത്ര ഉണ്ട് എന്ന് മാത്രം ചോദിക്കും. അപ്പം നിലവിൽ നോർമൽ സ്റ്റേജ് 1 ആണ്. അതിൽ കൂടുതൽ എത്ര വരുന്നുണ്ടെങ്കിൽ അതിൽ ബിൽറുബിൻ്റെ അളവ്, ബിൽറുബിൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മുടെ കരളിന് ഡാമേജ് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണല്ലോ ഇതുണ്ടാകുന്നത്. ഇതേപോലെ തന്നെ SGOT SGPT അതിൽ വർധനവുണ്ടാകും. കരളിന് ഡാമേജ് അല്ലെങ്കിൽ അത് SGOT SGPT എന്ന് പറയുന്ന ഒരു എൻസൈമാണല്ലോ. അപ്പോൾ അത് കരളിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി ഇത് അടിഞ്ഞു കൂടും. അപ്പോൾ അധികവും ഈ SGOT SGPT വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം ഉണ്ടാകും. ഈ സാധാരണ മഞ്ഞപ്പിത്തം വരുന്ന സമയങ്ങളിലാണ്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന പച്ചമരുന്ന്, അപ്പോൾ ഇത് ഈ ബിൽറുബിൻ്റെ അളവ് നോക്കിയിട്ടാണ് പറയും. ഇപ്പോൾ 10% എല്ലാം ഉണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യം മരുന്ന് കഴിക്കാൻ വേണ്ടി പറയും. ബിൽറുബിൻ ഈ SGOT SGPT എത്ര കൂടിയാലും മഞ്ഞപ്പിത്തം കുറയുന്നതോടുകൂടി അത് കുറയും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്താണ് അഞ്ജന എന്ന് പറഞ്ഞ കുട്ടിയാണ്. അവൾ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ടെമ്പററി വർക്ക് ചെയ്യുന്നത്. അവരുടെ ബയോലാബ് എന്ന് നോക്കിയതാണിത്. അതിനൊക്കെ അന്നേരം ഇട്ടുന്ന റിസൾട്ടാണ്. 4.9 ആയിരുന്നു അന്നേരം ബിൽറുബിൻ്റെ അളവ്. അത് പിന്നീട് SGPT 2120. അപ്പോൾ അത് കഴിഞ്ഞ് അവരത് അന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് അവർ നമ്മളടുത്ത് മരുന്ന് കഴിക്കാൻ വേണ്ടി വരുന്നത്. ആ വരുന്ന സമയത്ത് ബിൽറുബിൻ്റെ അളവ് ഇതെനിക്ക് ഇട്ട് തന്നെ കേട്ടോ. ഞാൻ പാർക്കിലുള്ള സമയത്ത് ബിൽറുബിൻ്റെ അളവ് 9.9% ആയി. അതുപോലെ തന്നെ അത് കുറഞ്ഞു. മരുന്ന് 1033 ഉള്ളത് 1033. അതായത് അതെന്ന് പറഞ്ഞാൽ അപ്പം അന്ന് നോക്കിയത് 10-2 നോക്കിയതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ പിന്നീട് 18-2 ആകുമ്പോഴത്തേനും ബിൽറുബിൻ്റെ അളവ് 2.8 ആയി. ഇത് കണ്ട SGOT 62 ആയി, SGPT 98 ആയി. ഇത് എൻ്റെ ഒരു സുഹൃത്തിന്റെ മകളാണ്, മുക്കട്ടിയിലുള്ളതാണ്. അപ്പൊ എത്ര ഉണ്ടായാലും കുറയും. അപ്പൊ ഇതിപ്പം ബിൽറുബിന്റെ അളവ് ഇനിയിപ്പം ചിലപ്പോൾ ചിലർ നോക്കാതെ വരും. നോക്കാതെ വന്നാൽ മഞ്ഞപ്പിത്തത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ടിട്ട് മഞ്ഞപ്പിത്തം എന്നും പറഞ്ഞ് വരുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറയും, നോർമൽ കുറയും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പഥ്യം നിർബന്ധമാണ്. പഥ്യം എന്ന് പറയുന്നത് ഇറച്ചി, മുട്ട, മീന്, അതുപോലെ ഷെല്ലുള്ള മത്സ്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഉപ്പ്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഹാർഡ് ഫുഡ്, അതായത് നമ്മൾ പൊറോട്ട അങ്ങനെയുള്ള ബേക്കറി സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ നെയ്ച്ചോറ്, ബിരിയാണി ഇത്തിരി ഒഴിവാക്കുക. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന, അതായത് കോമൺ ആയിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഈ പറഞ്ഞ പേഷ്യൻറ്റിനും കൊടുക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഈവൻ 2 ആഴ്ച കൊണ്ട് നോർമലി മഞ്ഞപ്പിത്തം കുറയും. പിന്നെ റെസ്റ്റ് ഇതിൻ്റെ പ്രധാന ഇതാണ്. റെസ്റ്റ് ചൂടാണല്ലോ, അപ്പോൾ റെസ്റ്റ് എടുക്കണം.
അത്രയേ ഉള്ളൂ. ഇവിടുന്ന് മരുന്നിന്റെ കൂടെ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്താല് 100% അത് ഇല്ലെങ്കിൽ കുറച്ച് പിന്നെ ഡിലേ ആവുന്നേ ഉള്ളൂ, സംഗതി കുറയും, പക്ഷെ പെട്ടെന്ന് കുറയാനാണ് ഇത് പറയുന്നത്. ഈ മരുന്ന് 3 സ്റ്റേജിലായിട്ടാണ് നിങ്ങൾ കൊടുക്കുക അല്ലേ? 3 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം 2.5 ഒരു 5 താഴെയൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി എന്ന് പറയും. പിന്നെ ചിലർ പേടി കൊണ്ട് പിന്നെ ഒന്നും കൂടി വരും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൊതുവേ പാരമ്പര്യ മരുന്നുകൾക്കുള്ളൊരു പ്രത്യേകത, നമ്മൾ ഇന്നിപ്പം മരുന്ന് കഴിച്ചിട്ട് നാളെ മറ്റന്നാളെ പോയി നോക്കിയാൽ കുറഞ്ഞതായി കാണില്ല, കുറച്ച് കൂടിയതായിട്ട് കാണാം, ജമ്പ് ചെയ്യും, കുറച്ച് ജമ്പ് ചെയ്യും. നമ്മൾ മരുന്ന് കഴിച്ച് 1-2 ദിവസം കൂടുമ്പോൾ കുറച്ച് ജമ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അന്നേരം പോയി ഇത് നോക്കിയാൽ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടാണ് കാണാം. അപ്പോൾ എന്താവും? ടെൻഷനാവും. അതുകൊണ്ട് നമ്മൾ പറയും ഒരു കാരണവശാലും മരുന്ന് കഴിച്ചിട്ട് ഒരാഴ്ചക്കുള്ളിൽ നോക്കണ്ടെന്ന് പറയും. ഒരിക്കലും കൂടി കഴിച്ചിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം നോക്കുക. അപ്പോൾ അവരും ഹാപ്പിയായി, പ്രശ്നമില്ല. ഇത് കണ്ടാൽ അവർക്കുള്ളൊരു പ്രശ്നമുണ്ട്, ജമ്പ് ചെയ്യും, കുറച്ച് ജമ്പ് ചെയ്യും ആദ്യം മരുന്ന് കഴിച്ചാൽ. വന്നിട്ട് ഇതുവരെ ആർക്കും മാറാതിരുന്നിട്ട് ആരുമില്ല. 37 വർഷത്തിന്റെ ഇടയ്ക്ക് ഇതുവരെ ആർക്കും ഇല്ല, മാറാതെ ആരുമില്ല. ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും പറയും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മരുന്ന് എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയും സപ്ലൈ ചെയ്യും? ഇല്ല. പക്ഷെ പലരും പിന്നെ പടിയൂര മരുന്ന് എന്നാണ് പറയുന്നത്, നെടിയോടിച്ചല്ല, പടിയൂര മരുന്ന് എന്നും പറഞ്ഞ് ഈ പല ഭാഗങ്ങളിലും ഈ മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അവിടെ നിന്നൊക്കെ കൂടുതലായിട്ട് വീണ്ടും നമ്മളടുത്ത് വന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഇൻഗ്രീഡിയന്റ് എന്താണെന്നുള്ളത് അറിയണ്ട. ഒരു എത്ര മരുന്നുകളുടെ ഒരു കൂട്ടാണെന്ന് അറിഞ്ഞാൽ മതി. ഇപ്പം 3 എണ്ണോ 4 എണ്ണോ 5 എണ്ണോ? വെറും 2 എണ്ണം. ഓക്കെ, പ്രകൃതിയിൽ നിന്ന് എനിക്ക് അത് പറയേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു മരുന്നും അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒന്നും. ഓക്കെ, അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോഴും അതിന് വേറെ മോശം വശം അല്ലല്ല, ഒന്നുമില്ല. നമ്മൾ ദൈനംദിനം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ കണ്ടന്റ് ആണ് അത്. രോഗത്തിനല്ലാതെ നമ്മൾ പൊതുവെ എല്ലാവരും, ഞാനും നിങ്ങളും ഒക്കെ അത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. പറയില്ല സാധനം എന്താ, അതും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. ഈ മരുന്ന് എന്ന് പറയുന്നത് ഇവിടെയുള്ള കേൾക്കുന്നവർക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു കടങ്കഥ പോലെയാണ് അല്ലേ? അത് ആഡ് ചെയ്യും, അതും കൂടി ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് എല്ലാവരും കഴിക്കുന്നത്, ചെറിയ കൊച്ചുകുട്ടി മുതൽ വലിയ ആൾ വരെ നമ്മൾ വീട്ടിൽ ദൈനംദിനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഇത് ആൾക്കാരുടെ ഒരു പ്രായ വ്യത്യാസം അനുസരിച്ച് ഡോസ് കുറച്ച്, ചെറിയ കുട്ടികളെല്ലാം വരും, 1 വയസ്സിട്ട് ഉള്ള കൊച്ചിനൊക്കെ കൊണ്ടുവരും. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച്. ഇനി മറ്റൊരു ഇതെന്താന്ന് വെച്ചാൽ, ഇപ്പം അസുഖം ഇല്ലാത്ത ഒരാൾ കഴിച്ചാലും ഒരു കുഴപ്പമില്ല. അതാണ്, അസുഖം ഇപ്പം ഇല്ലെങ്കിലും അമ്മ ഇപ്പൊ ഓരോ പ്രാവശ്യം ചെറിയ കുട്ടികൾക്കെല്ലാം മരുന്ന് കൊടുക്കുമ്പോൾ അമ്മ ആദ്യം കഴിച്ചു നോക്കിയിട്ടേ കൊടുക്കും. കഴിച്ചിട്ട് ആർക്ക് കഴിക്കാം. ഇപ്പം നമ്മൾ റെയർ കേസിൽ വന്നു, നിങ്ങൾ കഴിച്ചു, ഒരു പ്രശ്നമില്ല, മഞ്ഞപ്പിത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ വീട്ടിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്തെങ്കിലും? വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത് ഞാൻ കല്യാണം കഴിക്കുന്ന മുന്നെയാണ്, ഞാൻ ചെറുപ്പത്തിൽ. അന്നേരം പക്ഷേ ഇവിടെയല്ല ഞാൻ പോയത്, അത് മാട്ര. അന്നേരം ഇതിനെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ 4ാം ക്ലാസ്സിലോ 5ലോ മറ്റോ പഠി. ഇപ്പം എനിക്ക് 62 ഉണ്ട് വയസ്സ്. അപ്പൊ 4 പഠിക്കുമ്പോ ഒരു വർഷം ആലോചിച്ച് നോക്കുക അന്നേരം. പക്ഷെ അന്നും ഇവര് കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അന്നേരം അറിയില്ല. ഇവിടെ ഇപ്പം അമ്മയുടെ ഒരു ഏജും ഒക്കെ മാനിച്ച് നിങ്ങൾ ഇപ്പോഴും എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? അമ്മ തന്നെ മരുന്ന് കൊടുക്കുന്ന അമ്മ, നമ്മൾ കൊടുക്കില്ല. നമുക്കറിയെങ്കിലും ഞങ്ങൾ കൊടുക്കില്ല. ഞങ്ങളോട് പറഞ്ഞാലും അമ്മയുടെ അടുത്ത് വരാൻ വേണ്ടി പറയും. അമ്മ മക്കൾക്ക് വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഈ രഹസ്യ കൂട്ടുകളും കാര്യങ്ങളും ഒക്കെ? 2 മക്കളല്ലേ ഉള്ളൂ, രണ്ടാൾക്കും അറിയാം. മൂത്തോള് ഞാൻ പറഞ്ഞില്ല, മൂത്തോള് ടീച്ചറാണ്, രണ്ടാമത്തോള് വക്കീലാണ്. ടീച്ചർക്കും വക്കീലിനും പെട്ടെന്നൊന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റുമായിരിക്കോ? പറ്റും, മരുന്ന് നമ്മൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാലോ, കൊടുക്കല്ലേ വേണ്ടു. ഇതിന് ഞാൻ ഒരു എന്തായാലും ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോ എനിക്കറിയാം നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് വലിയൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഞാൻ പറയാം. അതായത് ചിലര്, ഞാനത് ചോദിക്കാൻ കാരണം അങ്ങനെ ഒരു ധാരണയുണ്ടാവും. താഴെ തന്നെ ഇല്ലില്ല, ഞങ്ങള് അത് ഈ നാട്ടിലുള്ള ഒരുപാട് അഡ്രസ്സ് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നുണ്ട്, ഞാൻ തരാം. ഇപ്പൊ കാണുന്നില്ല, പുസ്തകം വീടിന്റെ ഇത് ചെയ്യുന്ന പുസ്തകം കളഞ്ഞ. നമ്മളടുത്ത് പിന്നെ സാധാരണക്കാരും വരുന്നുണ്ട്, ഒന്നും ഇല്ലാത്തവരും വരുന്നുണ്ട്, ഉള്ളവരും ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ആരോട് ഇന്ന് വരെ 1 രൂപ പൈസയായിട്ട് പറയാം, ചോദിക്കും ഞങ്ങളോട് എത്രയാണ് വേണ്ടതെന്ന്. അപ്പോൾ അമ്മ പറയും ഞങ്ങൾ പൈസ പറഞ്ഞ് വാങ്ങാറില്ല. തരാതെ പോയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർ പിന്നെ വന്നാൽ അവർക്ക് അന്നേരം നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. അത് അന്നേരം ചില ആൾ 1000 തരുന്നവരുണ്ടാവും, ചില ആൾ 50 രൂപ തരുന്നവർ, ചില ആൾ മരുന്നും കഴിച്ച് അന്നേരം പോകുന്നവരുണ്ട്. രാവിലെ വിളിച്ച് ഏൽപ്പിച്ച് മരുന്നും കഴിച്ചിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ നമ്മളവരെ തിരിച്ചു വിളിച്ച് പൈസ വേണമെന്ന് പറയില്ല. അടുത്ത ആഴ്ച പിന്നീട് വരുമ്പോഴായാലും അവർക്ക് മരുന്ന് കൊടുക്കും. അതായത് ഇതൊരു ചാരിറ്റി മാതിരിയാണ്. നമ്മൾ അങ്ങനെ
വരുമാനം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് നമ്മളങ്ങനെ പ്രചാരം കൊടുത്തിട്ടില്ല എന്നുള്ള പറഞ്ഞതാണ്. ഇതിന് മുന്നേ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഗൃഹലക്ഷ്മിയാന്ന് എനിക്ക് തോന്നുന്നത്. മഹിളാരത്നം അല്ലല്ല മഹിളാരത്നം അതിൻ്റെ അകത്തായിരുന്നു. പിന്നെ ഒരിക്കൽ സ്ത്രീ ശബ്ദത്തിലും വന്നു 2 പ്രാവശ്യം എടുത്തിരുന്നു. ഇല്ല, എവിടെയും അമ്മയെ കുറിച്ചൊരു വീഡിയോയോ ഇല്ല, കാര്യങ്ങളോ നമ്മൾ കൊടുക്കാറില്ല. അതെ, ഞാൻ വിളിച്ചപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അല്ല, അതെന്താണെന്നറിയോ, നമ്മളെ പലരും ഇങ്ങനെ വിളിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു കക്ഷി ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഇവിടെ ഒന്ന് മരുന്ന് കഴിച്ചിരുന്നു. ആണോ? ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പൊ ഞാൻ പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മെഡിക്കൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മരുന്നില്ല, ഇല്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളെ മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു. അയാൾ ആരോട് പറഞ്ഞു ഇങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മരുന്ന്? എന്നോട് ഹെൽത്ത് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, എന്നോട് മത്സ്യം ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മരുന്ന് കൊടുക്കാറില്ല. അവരിങ്ങനെ വന്ന് കഴിച്ചിട്ട് അയാൾക്ക് കുറഞ്ഞ കാര്യം അയാൾ പറഞ്ഞതാണ്. നമുക്കതിന് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം നമ്മളങ്ങനെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല. പിന്നെ ചിലർ വന്ന് കഴിച്ചിട്ടുണ്ടാവും, ഇത്രയേ ഉള്ളൂ. പക്ഷേ മഞ്ഞപ്പിത്തം, സാധാ മഞ്ഞപ്പിത്തം, അത് എ ആയാലും ഇ ആയാലും 100% കുറയും. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മരുന്ന് വന്ന് കഴിച്ചവരുണ്ട്. പക്ഷേ നമ്മളത് അങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലില്ല. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ശരിക്കും അത് അതിൽ പിടിമുറുക്കും. പണ്ട് മോഹനം ഇതിലെല്ലാം ചെയ്തൊരു വിഷയമില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മരുന്ന് കൊടുക്കുന്നില്ല. ഇത് ഒരു ലാഭേച്ഛയും ഇല്ല, ലാഭേച്ഛയൊന്നും ഒരു ചാരിറ്റി പോലെ ഇവർ ചെയ്യുന്നതാണ്. ഇതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ആളുകൾക്ക് ഉണ്ടാവും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. 37 വർഷമായിട്ട് ഇവർ ഈ മരുന്ന് കൊടുത്തിട്ട് ഒരാൾക്ക് പോലും മാറാതിരിക്കോ അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കോ മരുന്നിന്റെ സൈഡ് എഫക്റ്റോ ഒന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഞാനൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, അത് ആളുകൾ അറിയണം എന്നുള്ളൊരു പോസിറ്റീവ് ഉദ്ദേശത്തോടെ വന്നതാണ്. നമ്മൾ പലപ്പോഴും പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നെഗറ്റീവായിട്ട് വരും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ടാണ് ഞാൻ മുൻകൂറായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും നിങ്ങളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. കൂടുതൽ ഇനിയും അമ്മയെ തേടി ആളുകൾ എത്തട്ടെ, എല്ലാവരുടെയും അസുഖങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ പിന്നെ വേനൽക്കാലം ചൂട് അധികമായിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം നമ്മൾ ഉപയോഗിക്കുക. വെള്ളത്തിൽ കൂടിയാണ് മഞ്ഞപ്പിത്തം അധികം പകരുന്നത്, പിന്നെ വായുവിൽ കൂടിയല്ല, വെള്ളത്തിൽ കൂടിയാണ് പകരുന്നത്, എല്ലാവർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ വേനൽക്കാലം നമ്മൾ ഏറ്റവും കരുതലോടുകൂടി നിൽക്കേണ്ട ഒരു ടൈമാണ്. ആ സമയത്ത് വെള്ളം കുടിക്കുന്നതൊക്കെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. അതുപോലെ കൈയൊക്കെ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി. നമ്മൾ ഈ കൊറോണ കാലത്തൊക്കെ നമ്മൾ ഈ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കൈ ഇതാക്കിയല്ലോ, അതുപോലെ ശുചിത്വം നല്ല രീതിയിൽ പാലിക്കേണ്ടത്. ശരിക്കും എല്ലാവരും വർഷകാലം പറയും, പക്ഷേ വേനൽക്കാണ് നമ്മൾ കൃത്യമായി നോക്കേണ്ടത്. മഞ്ഞപ്പിത്തം പോലുള്ള സാംക്രമിക രോഗങ്ങൾ വരുന്നത് വേനൽക്കാലത്താണ്. മഞ്ഞപ്പിത്തം ആർക്ക് വന്നാലും ആരേലും കാശില്ലെങ്കിലും ഇവിടെ വരാൻ മരുന്ന് നമ്മൾ കൊടുക്കും. അതാണ് അത് എനിക്ക് പറയാനുള്ളത്. ഉള്ളത് തന്നാൽ മതി എന്നാണ്. ഇല്ലെങ്കിലും പ്രശ്നമല്ല, മരുന്ന് നമ്മൾ കൊടുക്കും, അസുഖം മാറ്റും. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ പൈസ, ട്രൈബ്സ് ഇല്ലേ, അവരെ നമ്മളങ്ങനെ പറയാൻ പാടില്ല. അവർ വന്നിട്ട് ചിലർ പൈസ ഇല്ലാത്തവരോട് വന്നിട്ട് നമ്മൾ പൈസ വണ്ടിക്കൂലി കൊടുത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ ഈ കർണാടകയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾ വരാറുണ്ട്. കർണാടകയിൽ നിന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്തു നിന്ന് വന്നിരുന്നു. അപ്പോൾ ഒരു 10-15 വർഷം മുന്നേ അവരുടെ ഒരു മക്കൾക്ക് വന്നിട്ട് ഇവിടെ വന്ന് കഴിച്ചൊരു ഓർമ്മ വെച്ചിട്ട് ഒരു 2 ആഴ്ച മുന്നേ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതിങ്ങനെ നിങ്ങൾ തുടർന്നോളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ്.